അപ്പോൾ എല്ലാവർക്കും ആറ്റുകൾ പൊങ്കാല ആശംസകൾ നേരുന്നു. അപ്പോൾ ആറ്റുകൾ പൊങ്കാലയുടെ അന്ന് തന്നെയാണ് ഞാൻ ഈ അച്ചാർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വരെ ആരും ഇടാത്ത ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ. മാങ്ങയോട് ദൂരെ ഇരിപ്പുണ്ട്, പക്ഷേ മാങ്ങ അച്ചാർ ഇന്നിടുന്നില്ല. ഞാൻ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ഇടുന്നുണ്ട്. അതിപ്പോഴേ ഇട്ട ചീത്തയിപ്പം അത് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വഴുതനങ്ങ അച്ചാർ. വഴുതനങ്ങ അച്ചാർ ആരെങ്കിലും കഴിക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള വഴുതനങ്ങ പിച്ചിക്കൊണ്ട് ഇപ്പോൾ കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന വഴുതനങ്ങയാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള വഴുതനങ്ങ. പിന്നെ അതിന് വേണ്ടുന്നത് ഒരു 100 ഗ്രാം കാശ്മീരി മുളക് പൊടി, എരിയില്ലാത്ത, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ കാന്താരി മുളക് വെള്ള കണ്ടത് ചുമപ്പ് പഴുത്തതുകൊണ്ട് അത് ഇങ്ങനെ അതുകൊണ്ട്, പിന്നെ ഒരു കട്ട കായമുണ്ട്, നല്ലെണ്ണയുണ്ട്, ഇതൊക്കെ പൊടിക്കാനുള്ള ജാറുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക്, പെരിഞ്ജീരകം, ചെറിയ ജീരകം, പിന്നെ ഉലുവ, കടുക്, കുരുമുളക്, ഇത് ഇത്രയും കൂടെ വറുത്തതാണ് കേട്ടോ. ഒന്നും കൂടി ഞാൻ പറയാം: ഉലുവ, കടുക്, പെരിഞ്ജീരകം, ചെറിയ ജീരകം, പിന്നെ നമ്മുടെ എൻ്റെ പേര് കുരുമുളക് പെട്ടെന്നങ്ങ് മറന്നു കേട്ടോ. കുരുമുളക്, ഇത് ഇത്രയും കൂടെ വറുത്ത് വെച്ചേക്കാണ്. ഇത് നമുക്ക് പൊടിക്കണം, ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചും അരഞ്ഞും ഇടും. നല്ലോണം പൊടിയുകയും ചെയ്യരുത്, എന്നാൽ പൊടിയുകയും വേണം കേട്ടോ. അതാണിത്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഇതിപ്പം പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില കേട്ടോ, തോട്ടത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടുന്നത് പ്രധാനപ്പെട്ടത് കല്ലുപ്പ്, പിന്നെ വേണ്ടുന്നത് വിനാഗിരി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റിൽ അങ്ങ് കാണിക്കാം. നമ്മളിപ്പോൾ ഈ വഴുതനങ്ങ ചെയ്യുമ്പോഴേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ വഴുതനങ്ങ രാത്രിയിൽ ഉപ്പും പിന്നെ വഴുതനങ്ങ നല്ലോണം തുടച്ച് കഴുകി ഇങ്ങനെ മുറിച്ചിട്ട് വീണ്ടും തുടച്ചിട്ട് അതിൻ്റെ ഒരു കറയുണ്ട്, ആ കറ മൊത്തവും തുടച്ച് കളഞ്ഞിട്ട് രാത്രി തന്നെ ഈ വിനിഗറും കല്ലുപ്പും ഇട്ട് രാത്രി അടച്ചു വെച്ചേക്കണം കേട്ടോ. അടച്ചു വെച്ചെന്നിട്ട് രാവിലെ ആ വിനിഗറിൽ തന്നെ ഒരു തുള്ളി വെള്ളത്തിൽ ഈ വഴുതനങ്ങ കഴുകരുത്, വിനിഗറിൽ തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ അങ്ങനെ കഴുകി എടുത്തിട്ട് രാവിലെ അത് നല്ലോണം ഊറ്റി വാരി വെച്ചിട്ട് അങ്ങനെ വേണം ഈ അച്ചാറിടാൻ. ഒരു തുള്ളി വെള്ളവും ചെറിയത്, കാരണം വഴുതനങ്ങ ഇരിക്കും തോറും അഴുകും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഇപ്പം തന്നെ അങ്ങ് കാണിച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ വഴുതനങ്ങ ഞാൻ കഴുകി തുടച്ചൊക്കെ വെച്ചേക്കാണ്. ഈ വഴുതനങ്ങ അരിയെന്ന് വെച്ചാൽ ഒരിക്കലും ചെറുതാക്കരുത്. ഇത്രയും വലിയ കഷ്ണത്തിൽ വേണം വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഇത്രയും വലിപ്പത്തിൽ വേണം വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാൻ. ഒരിക്കലും ഈ വഴുതനങ്ങ നീളത്തെ കട്ട് ചെയ്യരുത്. കട്ട് ചെയ്താൽ ഇത് പെട്ടെന്ന് അഴുകിപ്പോവും. അതുകൊണ്ട് റൗണ്ടിന് തന്നെ കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, റൗണ്ടിന് തന്നെ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, വഴുതനങ്ങയെല്ലാം ഞാൻ നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് നമുക്ക് വിനാഗിരിയിൽ കഴുകണം, വിനാഗിരി ഒഴിക്കണം. ഞാൻ 1 ഗ്ലാസ് വിനിഗർ ഒഴിച്ച്, നമ്മൾ പൊടിച്ചിട്ട് വരുന്നിടം, ഇതെല്ലാം ബാക്കിയെല്ലാം പൊടിച്ച് വരുന്നിടം വരെ ഇത് കുറച്ച് ഉപ്പ് ഇട്ട് വിനിഗറിനകത്ത് ഇട്ടേക്കണം. തലേന്ന് ഇട്ടിരുന്നാൽ അത്രയും നല്ലത്. കണ്ടല്ലോ, ഇട്ടേക്കണം. അപ്പോൾ ഇതിൻ്റെ കറയും ഇതിൻ്റെ ഒരു ചവർപ്പും എല്ലാം പോയി ഇതങ്ങ് ഊറ്റിക്കളയണം. ഈ വിനിഗറങ്ങ് ഊറ്റിക്കളയണം. ഉപ്പും എല്ലാം പിടിച്ച് ഇവിടെ ഇരിക്കും. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ ഇത് അടച്ചു വെച്ചേക്കാം. ഇതിങ്ങനെ അടച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് പൊടിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ കായം കൂടെ ഇട്ട് പൊടിക്കണം. പറയാൻ മറന്നുപോയി, ഈ കായം വറുത്തതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉലുവയും കടുകും പെരിഞ്ജീരകവും കുരുമുളകും
കായം കൂടെ പൊടിച്ചിട്ടുണ്ട്. അതും പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇത് ഇഞ്ചി, ഇത് വെളുത്തുള്ളി, ഇത് പച്ചമുളക്. ഇനി നമ്മൾ പൊടിക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടി കേട്ടോ. അത് തണ്ടൊക്കെ കളഞ്ഞിട്ട് അതും പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 100 ഗ്രാം മുളക് ദാണ്ടെ അധികം ചതഞ്ഞിട്ടും അല്ല, എന്നാൽ പൊടിഞ്ഞിട്ടും ഉണ്ട് കണ്ടോ. ഇത് കണക്ക് പൊടിച്ചെടുക്കുക. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വിനീഗറിനകത്ത് ഇട്ട് വെച്ചിരുന്ന വഴുതനങ്ങയാണിത്. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ചൂട്, ഭയങ്കര തിളപ്പിലല്ല, ഒന്ന് കൈ ഇങ്ങനെ തൊട്ട് നോക്കിയുള്ള ചൂടുവെള്ളം അത് ഒഴിക്കുക. ചൂടുവെള്ളം, ആ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരിച്ച് മാറ്റാം. കണ്ടില്ലേ? അപ്പോൾ നല്ല പഞ്ഞി കണക്കാവും. ഇനി ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ളൊരു വഴുതനങ്ങ അച്ചാറാണ്. ഇനി നമുക്കതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടി ചേർക്കാം. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന കടുകൊക്കെ അത് ചേർക്കാം. ഇനി നല്ലൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് മൂപ്പിച്ചുകൊണ്ട് വരണം. അത് ഞാൻ മൂപ്പിച്ചുകൊണ്ട് വരാം. ആ മൂപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും മൂപ്പിക്കണം. കറിവേപ്പില കുറച്ച് അധികം ഇട്ടോ, നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കാന്താരി മുളക് ഇതെല്ലാം നല്ലോണം മൂപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ചേർക്കണമെന്ന് വെച്ചാൽ ഈ വാളംപുളി ഉണ്ടല്ലോ, തോടുള്ള വാളംപുളി ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ നമ്മുടെ പിഴിപുളി മതി. അത് ഒരെണ്ണം. ഇപ്പം ഞാൻ ഈ പുളി ഉണ്ടായത് കൊണ്ട് ഞാനിതിടുന്നു. കണ്ടില്ലേ ഈ പുളി, അത് ഇതിനകത്തിട്ട് അത് അതേപോലെ തന്നെ ഇട്ടിരുന്നാൽ മതി. പിഴിയൊന്നും ചെയ്യരുത്. ആ പുളി അതേ രീതിയിൽ തന്നെ ഇട്ടേക്കണം. പുളി ഇതിനകത്ത് തന്നെ ഇറങ്ങിക്കോളും. ഇനി നമുക്ക് ഇതിലോട്ടിടാം, നമ്മുടെ അച്ചാറിനകത്തോട്ട്. നമുക്കൊരു വിസ്താരമുള്ള പാത്രത്തിലോട്ട് ഇടാം. മിക്സ് ചെയ്യുക എല്ലാം കൂടെ ഒന്നിച്ച്. ഇനി നമ്മൾ നല്ല കഴുകി ഉണക്കി എടുത്ത നല്ലൊരു കുപ്പി എടുക്കുക. അതിനകത്ത് ആദ്യമേ കുറച്ച് പച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് പച്ചെണ്ണ കുപ്പിയിലോട്ട് ഒഴിക്കുക. കുപ്പിയിലോട്ടിട്ട് അടപ്പ് അടച്ചിട്ട് നല്ലോണം കുപ്പി ഇങ്ങനെ കുലുക്കുക. വേറെ വെള്ളമയം ഒന്നും ഒഴിക്കരുത്. എണ്ണ വെച്ച് തന്നെ എല്ലായിടവും കറക്കിയെടുക്കുക. നമ്മളിട്ട പുളി ഉണ്ടോ കിടക്കുന്നത്, ഇതിൽ തന്നെ ഇങ്ങനെ കിടന്ന് അലിഞ്ഞ് എല്ലാത്തിലും പുളി ആയിക്കോളും. ഇനി നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 100 ഗ്രാം പച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുക. ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. അടിപൊളി ടേസ്റ്റുള്ളൊരു അച്ചാറാണ് ഇത്. 2 ദിവസം കഴിഞ്ഞ് ഓരോന്നും എടുത്തു വെച്ച് നമുക്ക് ചോറ് കഴിക്കാം, കഞ്ഞിക്ക് കഴിക്കാം, നമുക്ക് എന്ത് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിനോ എല്ലാത്തിനും നമുക്ക് പറ്റും കേട്ടോ. എല്ലാവർക്കും എൻ്റെ വഴുതനങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് വഴുതനങ്ങ കിട്ടിയാൽ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതെല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുപ്പിയിലോട്ടാക്കാം. പച്ചെണ്ണ വെച്ച് കഴുകിയ ഇങ്ങനെ ഒഴിച്ചു വെച്ചിരുന്ന കുപ്പിയാണ്, റൗണ്ടിന് കറക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അച്ചാറിടാം. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അച്ചാറിടുക. വഴുതനങ്ങ അച്ചാർ, വാളംപുളി നല്ലോണം അമുക്കുക. ഫുൾ നമുക്ക് കുപ്പിക്കകത്തോട്ടാക്കാം. ഇതുണ്ട് നമ്മുടെ വഴുതനങ്ങ എല്ലാം ഞാൻ കുപ്പിയിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേളിലും കുറച്ച് കല്ലുപ്പിട്ടുണ്ട്. ഇനി നമ്മൾ ആ 100 നല്ലെണ്ണ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഫുള്ള് ഒഴിക്കുക.
ഒഴിച്ച് അടച്ചങ്ങ് വെച്ചേക്കണം. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാവൂ. അപ്പോഴും ഈ ഉപ്പെല്ലാം പിടിച്ച് എണ്ണയെല്ലാം പിടിച്ച് ആ പുളിയെല്ലാം ഇറങ്ങി വഴുതനങ്ങ ഓരോ കഷ്ണം ഇത് കണക്ക് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം. അഴുകി അങ്ങ് വെള്ളം പോലെ ആവത്തില്ല. നമുക്ക് ഓരോന്നെടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് അടച്ച് ഒന്ന് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. കണ്ടില്ലേ എങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? അപ്പോൾ വഴുതനങ്ങ കിട്ടിയാൽ എല്ലാവരും ഇതേപോലെ അച്ചാറിട്ട് വയ്ക്കുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. വഴുതനങ്ങ അങ്ങ് കിടത്തി കേട്ടോ. കണ്ടില്ലേ അടിപൊളിയല്ലേ? അപ്പോൾ ഒന്നും കൂടി പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേ കണക്ക് വഴുതനങ്ങ അച്ചാറിടുക. ഓക്കെ, താങ്ക് യു.